ഹലോ ഫ്രണ്ട്സ്, ഫോൺടെക് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബോർണിയോ സ്കീമാറ്റിക് ടൂളിലെ അടുത്ത ഭാഗമായ വൈഫൈ ബ്ലൂടൂത്ത് GPS. നിങ്ങൾക്ക് ഇവിടെ കാണാം വൈഫൈ ബ്ലൂടൂത്ത് GPS. ഇനി എന്താണ് ഈ ഭാഗത്തിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് വൈഫൈ കംപ്ലൈൻ്റ് ആണ്, അല്ലെ വൈഫൈ കണക്റ്റ് ആകുന്നില്ല, അല്ലെ വൈഫൈ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരു സെറ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ അത് റിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊരു IC റിമൂവ് ചെയ്യുന്നതിനും ഫിക്സ് ചെയ്യുന്നതിനും അത് റീബോൾ ചെയ്ത് ഫിക്സ് ചെയ്യുന്നതിന് മുൻപേ അത് ഏത് IC ആയിക്കോട്ടെ, പവർ IC ആയിക്കോട്ടെ, PA ആയിക്കോട്ടെ, WTR ആയിക്കോട്ടെ, അങ്ങനെ ഏത് IC ആയിക്കോട്ടെ, അതിന് എല്ലാ ICകൾക്കും ഒരു വർക്കിംഗ് വോൾട്ടേജ് ഉണ്ടായിരിക്കും. ആ വർക്കിംഗ് വോൾട്ടേജ് കിട്ടിയില്ല എങ്കിൽ ആ IC വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ IC റിമൂവ് ചെയ്തിട്ട് ഇട്ടതിനെ കൊണ്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം IC റിമൂവ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ വോൾട്ടേജ്, അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഏത് ICയും നമ്മൾ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇത് വൈഫൈ ബ്ലൂടൂത്ത് GPS കൺട്രോൾ ചെയ്യുന്ന IC ആണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ്, അതായത് ഈ IC വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വോൾട്ടേജ് ഈ ICക്ക് കിട്ടണം. ആ വോൾട്ടേജാണ് നമുക്ക് ഇവിടെ കാണാം. ഇത് ചാർജിങ് IC ആണ്. ഇതിനകത്ത് VPH പവർ അല്ലെങ്കിൽ V സിസ്റ്റം വോൾട്ടേജ് എന്ന് നമ്മൾ പറയും. അതിൽ VBAT വോൾട്ടേജ് ഇനി സമമായിട്ടുള്ള വോൾട്ടേജ് തന്നെയാണ് ഇത് വരിക. അപ്പോൾ ഇവിടെ ഈ കണക്ഷനിലൂടെ ഇങ്ങനെ വന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും VBAT SYS സിസ്റ്റം, VBAT സിസ്റ്റം, അതായത് സിസ്റ്റം വോൾട്ടേജ് അല്ലെങ്കിൽ VPH പവർ എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. 3.7 മുതൽ 4.2 വരെയാണ് ഈ വോൾട്ടേജ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാം. ഇവിടെ കണക്ട് ചെയ്ത് ഈ ഭാഗത്തിൽ നിന്നാണ് ഈ VBAT സിസ്റ്റം വോൾട്ടേജ്, അതായത് VPH പവർ വോൾട്ടേജ്, അതായത് 3.7 അല്ലെങ്കിൽ 3.7 മുതൽ 4.2 വരെ വരും. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു കപ്പാസിറ്റർ വഴി ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ ICക്കുള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ കപ്പാസിറ്ററിൽ ഈ വോൾട്ടേജ് ഇവിടെ എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് ചെക്ക് ചെയ്യാതെ നമ്മൾ ഈ IC റിമൂവ് ചെയ്യുകയും നമ്മൾ പുതിയ IC ഇടുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് എത്തുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ IC വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ലൈൻ എവിടെയെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെയുള്ള ഈ ലൈന് മദർ ബോർഡിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിനി ഒരു IC അല്ല, 2 IC അല്ല, എത്ര IC ഇട്ടിട്ടും ഈ IC ഒരിക്കലും വർക്ക് ചെയ്യില്ല. കാരണം ഈ IC വർക്ക് ചെയ്യേണ്ട വോൾട്ടേജ് ഇതിന് കിട്ടുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ കപ്പാസിറ്ററിൽ ഈ 3.7 മുതൽ 4.2 വരെയുള്ള വോൾട്ടേജ്, അത് ചിലപ്പോൾ 3.7 കാണിക്കും, ചിലപ്പോൾ 8 കാണിക്കും, ചിലപ്പോൾ 9 കാണിക്കും, അങ്ങനെ. പക്ഷെ എന്തായാലും ആ വോൾട്ടേജ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കണം. ഈ വോൾട്ടേജ് ഈ VPH സിസ്റ്റം വോൾട്ടേജ് ഇവിടെ കിട്ടിയിരിക്കണം നമുക്ക്. അത് ചിലപ്പം 3.7 മുതൽ 4.2 വരെ ഫുൾ ചാർജൊക്കെ ആണെങ്കിൽ 4.2 വരെയൊക്കെ കാണിക്കും. വോൾട്ടേജ് കുറവാണെങ്കിൽ 3.7 3.8 ഒക്കെ കാണിക്കും. അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് ആ വോൾട്ടേജ് വരുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്, ഈ വോൾട്ടേജ് ഇവിടെ എത്തുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഓക്കെ, ഇനി അടുത്തത് അത് കഴിഞ്ഞു, അത് ഓക്കെ ആണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ അകത്ത് വേറൊരു വോൾട്ടേജും കൂടി വരുന്നുണ്ട്. ഇതാ നമുക്ക് കാണാൻ പറ്റും. ഈ നമ്മൾ നേരത്തെ നോക്കിയത് V സിസ്റ്റം വോൾട്ടേജ് പവർ IC എന്നല്ല വരുന്നത്, അത് ഈ ചാർജിങ് IC തന്നെ VPH സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ വോൾട്ടേജിന് ഒരു സെക്ഷൻ തന്നെയുണ്ട്. ആ ചാർജിങ് ICൻ്റെ അതിൻ്റെ അകത്ത് തന്നെ വരുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ആ വോൾട്ടേജ് വരുന്നത്. പക്ഷേ ഈ വോൾട്ടേജ് വരുന്നത്, അതായത് Vout 18 1.8 വോൾട്ടാണ്, 1.8 വോൾട്ട്. അപ്പോൾ അത് ഈ ICയിലേക്ക് വരുന്നുണ്ട്. അത് ഇവിടെ ഈ ICയിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് എവിടെ നിന്നാണ് വരുന്നത്? ഇതാ
ഈ വോൾട്ടേജ് ഇതാ ഈ ഒരു കപ്പാസിറ്ററിലാണ്. ഈ ഒരു കപ്പാസിറ്റർ ടച്ച് ചെയ്തിട്ട് ഇവിടുന്ന് ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഐ സിയിൽ നിന്ന്, അതായത് ഇതേതാ ഐ സിയാണ്, ഇത് പവർ ഐ സി ആണ്, PMIC ആണ്. PMICയിൽ നിന്നാണ് ഈ വോൾട്ടേജ് വരുന്നത്. ഇവിടെ വന്ന് ഈ കപ്പാസിറ്ററിൻ്റെ മറുഭാഗം ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്ന് ഈ കപ്പാസിറ്ററിൻ്റെ ഈ എൻഡിൽ കൂടി ആണ് ഈ വോൾട്ടേജ് നമ്മുടെ ഈ വൈഫൈ ഐ സിയിലേക്ക് എത്തുന്നത്. നമുക്ക് കാണാൻ പറ്റും, ഇവിടെ കയറുന്ന കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്ന 2 വോൾട്ടേജ് ലൈൻ, പ്രധാനമായിട്ടുള്ള 2 വോൾട്ടേജ് ലൈൻ. ബാക്കിയൊക്കെ ഇതിൻ്റെ ഡാറ്റ കണക്ഷൻസ് ആണ്. അതായത് അതിൻ്റെ അകത്ത് റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾ പോകുന്ന ലൈൻസാണ്. ഇത് ഈ കാണുന്നതൊക്കെ അതിൻ്റെ റേഡിയോ ഫ്രീക്വൻസി പോകുന്ന ലൈനുകളാണ്. അപ്പോൾ ഇതും നമ്മൾ ഈ ലൈൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. പക്ഷേ കൂടുതലും ഈ ലൈൻസിൽ കംപ്ലൈൻറ്റ് വരാണ്ടിരിക്കില്ല. പക്ഷേ കൂടുതലും വരുന്നത് വോൾട്ടേജ് ലൈനിലാണ് കൂടുതൽ ഇഷ്യൂ വരുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഈ ലൈനും കൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം ഓരോ ലൈൻ ഇട്ടിരിക്കുന്നത്. ഈ ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനിലേക്ക് ചെക്ക് ചെയ്യേണ്ട വിധമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആ കറക്റ്റ് ലൈനൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻറ്റിനേൻ്റെ ലൈനൊക്കെ കാണാൻ പറ്റും. ആൻറ്റിനിലേക്ക് പോകുന്ന ലൈൻസൊക്കെ കാണാം, ഓരോ കമ്പോണൻറ്റ് കടന്നിട്ടും. അപ്പോൾ ഓരോ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കംപ്ലൈൻറ്റ് സെറ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് വൈഫൈ വർക്ക് ചെയ്യുന്നില്ല എന്ന് മറ്റു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആദ്യം ഈ 2 വോൾട്ടേജ് ലൈനാണ്. ഈ 2 വോൾട്ടേജ് ലൈൻ ചെക്ക് ചെയ്തു. അതിന് ശേഷം വോൾട്ടേജ് ലൈൻ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡാറ്റ ലൈന് ചെക്ക് ചെയ്യുക. ഈ ലൈനിലൊക്കെ ഈ കണക്ഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് ലാസ്റ്റിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഐ സിൻ്റെ ഇഷ്യൂ ആയിരിക്കാം വരുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഐ സി ആണോ അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് കംപ്ലൈൻറ്റ് എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഏതെങ്കിലും ഈ വോൾട്ടേജിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ, അതായത് ഈ VBAT സിസ്റ്റം വോൾട്ടേജ് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഐ സി മാറ്റിയിട്ടേണ്ട കാര്യമില്ല. അത് എവിടെ നിന്നാണ് ആ വോൾട്ടേജ് വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടത്തേക്ക് ഈ കപ്പാസിറ്റിയിലേക്ക് ഒരു ജമ്പർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എളുപ്പത്തിൽ ഈ വൈഫൈ ബ്ലൂടൂത്ത് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അതല്ല ഈ സിസ്റ്റം വോൾട്ടേജ് ഓക്കെയാണ്, ഈ 1.8 വോൾട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുക അത് എവിടെ നിന്നാണ് വരുന്നത് നോക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ വളരെ എളുപ്പത്തിൽ, പിന്നെ നമുക്ക് ഈ ബോർണിയോൻ്റെ ഇങ്ങനെയുള്ള സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളെ ഫോൺ നമ്പറും അതിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.